എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വിഷുവാണ്. കണിയൊക്കെ കണ്ട് എണീറ്റ് വന്ന് ഇപ്പോൾ ഒരു 5:30 കഴിഞ്ഞ സമയമാണ്. അപ്പം എന്തായാലും എണീറ്റില്ലേ, ഞാൻ വിചാരിച്ചു അതൊക്കെ നമ്മുടെ പരിപാടി കുറച്ചങ്ങ് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുറേ നേരം ഫ്രീ ആയിട്ടിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. മാവൊക്കെ പൊളിച്ച് പൊങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയാണ്. അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഇന്നൊരു വിഷു ഡേ ഇൻ മൈ ലൈഫ് രാത്രി വരെ എടുക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക്. അങ്ങനെയല്ല, ഒരു വിഷു ഡേ, ഒരു എന്താ പറയുന്നത്, സദ്യയും ഒക്കെ കൂടെ ഒന്ന് കാണിച്ച് ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുളിക്കണം രാവിലെ. ഞങ്ങൾ ഇപ്പം കുളിക്കുന്നില്ല, ഇപ്പോൾ ഒരു വെളുപ്പിനെ സമയമില്ല, ഒരു 6:30-7 മണിയൊക്കെ ആയിട്ടേ കുളിക്കുന്നുള്ളൂ. ഒത്തിരി അങ്ങ് എന്താ പറയുന്നത്, നേരത്തെ കുളിക്കുന്നില്ല. തണുപ്പൊന്നുമില്ല കേട്ടോ, തണുപ്പൊന്നും ആയിട്ടല്ല, കുറച്ചുകൂടെ ഒരു 7 മണി 6:30 ആയിട്ടേ കുളിക്കും, 6:30-7 മണിയായിട്ടേ കുളിക്കുന്നുള്ളൂ എന്ന് വെച്ചിട്ടാണ്. വിഷു നമ്മൾ എണീറ്റ ഉടനെ കണി കണ്ടു, വ്രതമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെന്താണ് ഇപ്പോഴത്തെ രാവിലത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചു രാവിലെ ഇഡ്ഡലി സാമ്പാർ ചട്നി ഇതാണ്. അപ്പം ഇഡ്ഡലി സാമ്പാറിനും ഉള്ള സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവിക്കാൻ വെക്കാം, അവിയലിൻ്റെ കഷ്ണങ്ങൾ വേവിക്കാൻ വെക്കാം, പച്ചടിയുടെ കഷ്ണങ്ങൾ വേവിക്കാൻ വെക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് കഴിയുമ്പോഴത്തേനും അരപ്പ് ചേർത്ത് അതങ്ങ് റെഡിയാക്കാം. പിന്നെ ലാസ്റ്റ് പായസവും പരിപ്പും ഒക്കെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അപ്പം അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പം നിൽക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പം ആദ്യം സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വയ്ക്കാം, അപ്പം സാമ്പാറാകും. അപ്പം ഞാനിവിടെ പരിപ്പ് കഴുകിയെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും തക്കാളിയും ഞാനിപ്പോൾ ചേർക്കത്തില്ല, അത് വഴറ്റി. മുരിങ്ങയ്ക്ക ഞാൻ ഇത് വെന്ത് കഴിഞ്ഞിട്ട് എടുത്തോളൂ, അല്ലെങ്കിൽ വെന്തങ്ങ് അലത്ത് പോവും. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളം ഒഴിച്ച് വേവിക്കണം. ഹായ്, ഇപ്പൊ സമയം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇതുവരെ കുളിച്ചില്ല, കാരണമാണ് ഗ്യാസ് തീർന്നുപോയി. വിഷു ആയിട്ട് രാവിലെ തന്നെ ഗ്യാസ് തീർന്നുപോയി. സാമ്പാറായി, കഷ്ണങ്ങളെല്ലാം വെന്തു. ബാക്കി അവിയലിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ഒക്കെ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേനുമാണ് എന്താ പറയുന്നത്, ഗ്യാസ് തീർന്നത്. പിന്നെ വിളിച്ച് പറഞ്ഞ ഉടനെ കൊണ്ടുവച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഇഡ്ഡലി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചമ്മന്തിക്ക് കടുക് വറുത്തോണ്ടിരിക്കുകയാണ്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുളിക്കാൻ പോകും. അതെനിക്ക് തോന്നിയായിരുന്നു ഗ്യാസ് തീരേണ്ട സമയമായി.
ശ്രീഹരിയും പറയുന്നുണ്ടായിരുന്നു മിക്കവാറും വിഷുവിൻ്റെ അന്ന് രാവിലെ ആയിരിക്കും പണി തരാൻ പോകുന്നതെന്നൊക്കെ ഇരുന്നു. സാരമില്ല. ഇനിയിപ്പം അവിയലിൻ്റെയും പച്ചടിയുടെയും അരപ്പ് ചേർക്കണം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മാമ്പഴ പുളിശ്ശേരിയും വെക്കണം. ഇതിനെല്ലാം അരപ്പ് ചേർക്കണം, പായസവും വെക്കണം. പിന്നെ ചിലപ്പം സമയം ഉണ്ടെങ്കിൽ പിന്നെ പരിപ്പ് വെക്കണം. സമയം ഉണ്ടെങ്കിൽ ഞാൻ പൈനാപ്പിൾ പച്ചടിയും കൂടെ വെക്കും. അപ്പം ഞാൻ ചമ്മന്തി കടു വറക്കട്ടെ. അപ്പം സാമ്പാർ, അപ്പം നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനി ഞാൻ പോയി കുളിക്കട്ടെ. കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് കാണാം. ചിലപ്പം അമ്പലത്തിൽ പോകും രാവിലെ, അല്ലെങ്കിൽ ചിലപ്പം വൈകിട്ട് പോകത്തുള്ളൂ. കുളിച്ചിട്ട് വന്നിട്ട് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിരിക്കുവാണല്ലോ, അപ്പം വേണമെങ്കിൽ പോയിട്ട് വന്നിട്ട് കഴിച്ചാൽ മതി. ഇവിടെ അടുത്ത അമ്പലം, അപ്പോൾ പെട്ടെന്ന് നമുക്ക് അരമണിക്കൂർ കൊണ്ട് പോയിട്ട് വന്ന്, അരമണിക്കൂർ വേണ്ട, ശരിക്കും 10-20 മിനിറ്റിൽ പോവുക, തൊഴുക. അവിടെ ഒത്തിരി അങ്ങനെ തൊഴാനും ഒന്നുമില്ല. തൊഴുതിട്ട് തിരിച്ചിങ്ങി വന്നാൽ മതി. അപ്പം ഞാൻ ഇനിയും കുളിച്ചിട്ടൊക്കെ വന്നിട്ട് കാണാം. അപ്പം ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ തൊട്ടടുത്തുള്ള അമ്പലമാണ്, അയ്യപ്പൻ്റെ അമ്പലം അല്ല. ഞാൻ മുമ്പ് അയ്യപ്പൻ്റെ അമ്പലം എന്നാണ് തോന്നുന്നു പറഞ്ഞത്, പക്ഷെ അവിടെ പോകുന്നില്ല. ഇവിടെ ദേവിയുടെ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഇവിടെ തൊട്ടടുത്താണ്. അപ്പം നമുക്ക് അമ്പലത്തിൽ പോവാം. പോയിട്ട് വന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക. ഇപ്പം നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ വന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു. സാമ്പാറായി, അവിയൽ ആയി, തോരൻ ആയിക്കൊണ്ടിരിക്കുന്നു. തോരൻ വെന്ത് കഴിഞ്ഞ് തോരൻ റെഡിയായി. പിന്നെ ഇനി ക്യാബേജ് തോരനാണ്. പിന്നെ ബീട്രൂട്ടിൻ്റെ എല്ലാം വെന്തിരിപ്പുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അത് പെട്ടെന്നാവുമല്ലോ അരച്ചാണ്. ഞാൻ മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാമ്പഴം, കുഞ്ഞു മാമ്പഴമാണ്. ഞാൻ ടേസ്റ്റേ നോക്കിയില്ല ആക്ച്വലി മധുരം ഉണ്ടോ എന്ന്. മധുരം ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് എന്തെങ്കിലും ശർക്കര പഞ്ചസാര ചേർത്ത് മധുരം ആക്കും, അത്രേ ഉള്ളൂ. ഒത്തിരി മധുരം വേണ്ട, കുറച്ചൊരു മധുരം വേണം. എല്ലാം എന്തോ മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എരിവ്, പുളി, മധുരം, പിന്നെ ഈ ഉലുവ ചേർക്കുമ്പോൾ ഉലുവയുടെ ആ ഒരു കയ്പ്പ് രസം എല്ലാം കൂടെ ഉള്ള ഒരു കൂട്ടാനാണെന്നാണ് പറയുന്നത് ഈ മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ. എല്ലാ രുചികളും അതിനകത്തുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയുടെ കാര്യം വരുമ്പോഴത്തേനും. അങ്ങനെയാണ് ഞാൻ എവിടെയോ ഞാൻ കേട്ടാണ് ഈ മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു സംഭവം. അപ്പോൾ മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് കുറച്ച് ശർക്കര പഞ്ചസാര എന്തെങ്കിലും ചേർക്കാം. അപ്പോൾ മാങ്ങ വേവിച്ചെടുക്കുക. അപ്പം മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ഞാൻ ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ. അതായത് കഴിഞ്ഞ സദ്യയിൽ ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു വിഷു സദ്യയിൽ. എന്നാലും സാരമില്ല, മാമ്പഴ പുളിശ്ശേരി അല്ലേ, വർഷത്തിലൊരിക്കലല്ലേ വെക്കത്തുള്ളൂ. അപ്പം അത് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബീട്രൂട്ട് പച്ചടി ആണെങ്കിൽ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ മിക്സിക്കകത്തിട്ടൊന്ന് അരയ്ക്കും. എന്നുവെച്ചാൽ ഒത്തിരി അങ്ങ് അരയല്ല, ഒന്ന് ക്രഷ് ചെയ്ത് ചെറുതായിട്ടൊന്ന് അരഞ്ഞിട്ട് നമ്മൾ ബാക്കി അരപ്പും പിന്നെ നമ്മൾ തേങ്ങ അരപ്പും ചേർത്ത് അരി എടുത്ത് ഒഴിച്ച് കടു വറുത്ത് കഴിഞ്ഞാൽ അത് റെഡിയാവും. നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. മാമ്പഴം ഈ ചട്ടിയുടെ അടിയിലേ
കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കുക, അല്ലെങ്കിലേ ഇത് വേകുമ്പം അടുക്കി പിടിക്കും. ഇട്ടിച്ചു കൊടുത്ത ഒന്ന് തൂത്ത് കൊടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അടുക്കി പിടിക്കത്തില്ല. ഇനി മാമ്പഴം ഉണ്ട്, ഞാൻ എടുക്കുന്നില്ല, ഇത്ര ഞാൻ എടുക്കുന്നുള്ളൂ. ഉപ്പ്, മഞ്ഞപ്പൊടി, കറിവേപ്പില, പച്ചമുളക് ചേർക്കണം. പച്ചമുളക് ഇനി ഇത് വേറട്ടെ. ഇനിയുണ്ടല്ലോ, നമുക്ക് ബീറ്റ്റൂട്ട് പച്ചടിയുടെ സംഭവം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ബീറ്റ്റൂട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. അല്ലെങ്കിൽ അതിങ്ങനെ ഞാൻ ഇച്ചിരി ഗ്രേറ്റ് ചെയ്യാനുള്ള എന്താ പറയുന്ന മടി. അപ്പം എനിക്ക് ഇന്നലെ അതൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കാമെന്ന്. അതുകൊണ്ടാണ് എൻ്റെ തന്നെ ഓരോ മടികൾ കൊണ്ട് ഞാൻ കാണിച്ചതാണ്. അല്ലെങ്കിൽ ഇത് ഗ്രേറ്റ് ചെയ്ത് വഴറ്റിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആ രീതി ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നലെ എന്തോ എനിക്ക് പറ്റിയില്ല. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്, അതാണ് സൗണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് അരയും വേണ്ട, എന്നൊന്ന് അരയണം ആ ഒരു രീതിയിൽ. എന്നിട്ടുണ്ടല്ലോ, നമുക്കിത് ഇതിനകത്തേക്ക് ചേർത്തിന് ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് എന്തായാലും ഇതിനകത്തേക്ക് നമുക്ക് അരപ്പും കൂടെ ചേർക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, ഒത്തിരി ചൂടാവണ്ട. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങാ, ജീരകം, കുഞ്ഞുള്ളി, പച്ചമുളക്. നമുക്ക് ഈ അരപ്പ് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം കൂടിപ്പോകല്ലേ. ഇതിങ്ങനെ ഇലയിലിരിക്കുന്ന പരുവത്തിന് ആണ് പച്ചടികളും കിച്ചടികളും ഒക്കെ എടുക്കേണ്ടത്. പക്ഷെ ഞാൻ തന്നെ പറഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് തന്നെ വെള്ളം കൂടി പോകാറുണ്ട് പലപ്പോഴും. തോരൻ ഇവിടെ റെഡിയായി. ഒരു തിള വന്നു കഴിയുമ്പോൾ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് പുളിശ്ശേരിക്ക് വറുത്തിടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ വറുത്തിടാം. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം ഞാനിപ്പം കുറച്ച് ശർക്കര ചേർത്ത്, അത് മധുരശാരം കുറവാണ്, അപ്പം നമുക്ക് ശർക്കര ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ആ മധുരം ആ മാമ്പഴത്തിലൊന്ന് പിടിക്കുന്ന നേരവും കൂടെ ഒന്ന് ഇതാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മാമ്പഴ പുളിശ്ശേരിക്കകത്ത് നമ്മുടെ ഇത് ചേർത്തു, ശർക്കര ചേർത്തു. ഇനി ആ മധുരം ഒന്ന് പിടിക്കട്ടെ. ഇനി ഈ സമയത്ത് നമുക്ക് പായസം ഉണ്ടാക്കാം. പായസം ഉണ്ടാകുമ്പോൾ 11 മണിയായി, 11:10 സമയം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ അവിയൽ, തോരൻ, സാമ്പാർ, പുളിശ്ശേരി റെഡിയാവും. പച്ചടി, പായസം, പുളിശ്ശേരിയും കൂടെ ആയാൽ മതി. പരിപ്പ് ഞാൻ ഇത്തവണ ഉണ്ടാക്കുന്നില്ല. ഇത്തവണ എനിക്ക് ഉണ്ടാക്കാനൊരു മടിയല്ല, ഒരു ക്ഷീണവും ഉണ്ട്. ഞാൻ പിന്നെ ഇത്തവണ വിചാരിച്ചു ശ്രീഹരിയുടെ അങ്ങോട്ടൊന്നും പരിപ്പ് ഇല്ല, പരിപ്പും പപ്പടവും ഇല്ല. ഞങ്ങളുടെ ഇങ്ങോട്ടാണ് പരിപ്പും പപ്പടവും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇനിയും അതുകൊണ്ട് ഇത്തവണ പരിപ്പ് വെക്കണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം വെക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പരിപ്പ് വെക്കുന്നില്ല എന്ന്.
പരിപ്പ് വെക്കാം. നമുക്ക് സാമ്പാറുണ്ട്, മാമ്പഴ പുളിശ്ശേരി ഉണ്ട്, പിന്നെ ഞാൻ പൈനാപ്പിൾ പച്ചടിയൊക്കെ വെക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്തോ ഇന്ന് എനിക്കങ്ങോട്ട് ഒരു ഊർജം കിട്ടുന്നില്ല പണിയെടുക്കാനുള്ളത്. അതാണ് മെയിനായിട്ടും ഉള്ള ഒരു കാര്യം. ഇനിയിപ്പോൾ നമുക്ക് പായസം വെക്കാം, ചോറ് വെക്കണം. ചോറ് വെച്ചില്ല, ചോറ് ലാസ്റ്റ് വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കി പപ്പടവും കാച്ചി കഴിഞ്ഞാൽ സംഭവം റെഡിയായി. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് പുളിശ്ശേരിക്ക് വറുത്തിടുമ്പം പച്ചടിക്ക് വറുത്തിടാം. പച്ചടിക്ക് മാത്രമേ വറുത്തിടാനുള്ളൂ. അപ്പോൾ നമുക്ക് പാലട പായസത്തിൻ്റെ പാല് തിളപ്പിക്കാം. ഇനി ഞാൻ മിക്സാണ്, 1.5 ലിറ്റർ പാല് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഈ കിച്ചൺ ട്രഷേഴ്സിൻ്റെ പാലട മിക്സാണ്. എങ്ങനെയായി തീരുമോ എന്തോ, ഞാൻ ഇതുവരെ അങ്ങനെ വെച്ചിട്ടില്ല. ഞാൻ പാലടയായിട്ട് വാങ്ങിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് വീറ്റടയാ കേട്ടോ. അയ്യോ, റൈസ് പാലടയല്ല. എന്തായാലും വെച്ചോ. 1.5 ലിറ്റർ പാലിൽ 300 ഗ്രാം കഴിക്കണം. അപ്പം നമുക്ക് ഇതുകൊണ്ട് ഇത്തവണ പാലട ഉണ്ടാക്കാം. അപ്പം ഞാൻ പാത്രം എടുത്തോണ്ട് വരട്ടെ പാലട പായസം ഉണ്ടാക്കാം. ഞാനിവിടെ പാലട നമ്മുടെ ഒരു വാവട്ടമുള്ള ഏതെങ്കിലും ഒരു ചരിവ് എടുത്താൽ മതി പായസം ഉണ്ടാക്കാൻ. അതാണ് ഏറ്റവും നല്ലത്. അപ്പം തിളച്ച് തൂവി പോകത്തില്ല. അപ്പം ഇത് തിളയ്ക്കുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പാലട മിക്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ കുറേ തവണ കാണിച്ചിട്ടുള്ള റെസിപ്പിയാണ് പാലടയുടെ. ഇവിടെ എല്ലാ പ്രാവശ്യവും മിക്കവാറും പാലടയോ പാൽപ്പായസം അങ്ങനെ എന്തെങ്കിലുമാണ്. അപ്പം പാലടയും പാൽപ്പായസം ഏകദേശം സെയിം രീതിയിൽ തന്നെയാണ് വെക്കുന്നതും. പക്ഷെ ഇവർ ഇതിനകത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ചേർത്തിട്ടുണ്ട്. ഈ പാലടയ്ക്കും പാൽപ്പായസത്തിനകത്തും ഒന്നും നമ്മൾ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ആ ഒരു കാര്യങ്ങളൊന്നും ഒറിജിനലി ശരിക്കുമുള്ള പാൽപ്പായസത്തിനകത്താണേലും പാലടയ്ക്കകത്താണേലും ചേർക്കാറില്ല. ഏലക്ക അങ്ങനെയുള്ള ഒരു കാര്യവും ചേർക്കത്തില്ല. ഈ നമ്മുടെ ഈ പാല് വറ്റി വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. പാലിങ്ങനെ ഇരുന്ന് നല്ല ഫുൾ ക്രീം മിൽക്ക് എടുക്കണം. ഞാൻ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഈ പാലടയ്ക്കാണേലും പാൽ പായസത്തിനാണേലും എടുക്കുന്നത്. അപ്പം അത് ഈ വറ്റി വരുന്ന ആ ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ പാലടയ്ക്കും ഉള്ളത്, പാൽ പായസത്തിനും ഉള്ളത്. അപ്പം അതിനകത്ത് നമ്മൾ ഈ ആവശ്യമില്ലാതെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഏലക്ക ഒന്നും ചേർക്കാറില്ല. നമ്മളത് സേമിയ പായസത്തിനകത്ത് അടപ്രഥമൻ അല്ലാതെ പരിപ്പ് പായസം അങ്ങനെയൊക്കെ വെക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചേർക്കുന്നത്. ഇതിപ്പം ഇവർ ഇതിനകത്ത് ഈ മിക്സിനകത്ത് ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. സാരമില്ല, ഇത്തവണ എന്തായാലും അങ്ങനെ അങ്ങ് പോട്ടെ. എനിക്ക് സാധാരണ ഡബിൾ ഹോഴ്സിന്റെ റൈസ് പാലട ഇവിടെ എവിടെ ചെന്നാലും ഇരിക്കുന്ന കാണുന്നത്. ഇത്തവണ എന്തോ കണ്ടില്ല. അതാണ് ഞാൻ ഉപയോഗിക്കാതെ. അതിൻ്റെ റൈസ് പാലടയാണ് ഞാൻ വാങ്ങിച്ചു ഉപയോഗിക്കുന്നത്. അപ്പം പാല് തിളച്ചിട്ട് നമുക്ക് ഈ മിക്സ് അങ്ങ് പൊട്ടിച്ചിടാം. വേറെ ഒന്നും ചേർക്കണ്ട. പഞ്ചസാര 25 മിനിറ്റ് കാര്യം റെഡിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ഇത് വീറ്റ് അടയാണെന്ന് അത് വായിച്ചില്ല, കണ്ടപ്പം ഞാൻ പിന്നെ വേറെ ഒന്നും അവിടെ കാണാഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതിങ്ങെടുത്തു. നമുക്കിനി പുളിശ്ശേരിക്ക് ഉണ്ടാക്കിയാലോ. പുളിശ്ശേരിക്ക് നമുക്ക് എന്താ പറയുന്നത്, അരപ്പരയ്ക്കാൻ പുളിശ്ശേരിക്ക്. അപ്പം നമുക്ക് ആ പാല് തിളച്ച് കഴിയുമ്പോഴത്തേന് ഈ പാലട ചേർത്ത് ഇളക്കി അങ്ങ് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് റെഡിയായി. പ്രത്യേകിച്ച് വലിയൊരു കാര്യം പഞ്ചസാര ഒന്നും ചേർക്കേണ്ട കാര്യമില്ല, എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ മാമ്പഴ പുളിശ്ശേരിയുടെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയത്, കുഞ്ഞുള്ളി, ജീരകം ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ച് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മാമ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു തിള വന്ന് കഴിയുമ്പോഴത്തേക്കിനും അടിച്ചു വെച്ചിരിക്കുന്ന തൈരോ മോരോ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ കൂട്ടാൻ റെഡിയായി. പിന്നെ ഞാനൊരു കാര്യം ഇതിനകത്ത് കാണിച്ചിട്ടില്ല, ഉലുവാപ്പൊടി ലേശം ലാസ്റ്റിൽ തൂക്കി കൊടുക്കണം.
അപ്പോൾ അതും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടെ ചേർത്ത് വറുത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി. അപ്പോൾ ആദ്യം ഞാൻ ബീട്രൂട്ട് പച്ചടിക്ക് വറുത്തിട്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ആ സെയിം പാനിൽ തന്നെ ആയതുകൊണ്ടാണ് അവിടെ കടുകിൻ്റെ ജീരകത്തിൻ്റെ ഒക്കെ സ്വല്പം പറ്റിയിരിക്കുന്നത്. അപ്പോൾ ആ എണ്ണയോ വെളിച്ചെണ്ണയോ നെയ്യോ എന്ത് വേണേലും ചേർത്തിട്ട് കടുക്, മുളക്, കറിവേപ്പില, ജീരകം, ഉലുവ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി. അപ്പം നമ്മുടെ സദ്യയും ഇവിടെ റെഡിയായി. അവിയൽ, സാമ്പാർ, മാമ്പഴ പുളിശ്ശേരി, ബീട്രൂട്ട് പച്ചടി, തോരൻ, കടുമാങ്ങ, പിന്നെ പാലട പ്രഥമനും. ഹായ്, അപ്പോൾ നമ്മുടെ വിഷുവൊക്കെ കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞ് അങ്ങനെ ഒരു പരിപാടി ഇല്ലായിരുന്നു. കുറച്ച് നേരം കിടന്നു, ചായ ഇട്ട് കുടിച്ചു, രാത്രി ദോശയും സാമ്പാറും കൂട്ടി കഴിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളായിരുന്നു. അല്ല പ്രത്യേകിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നാട്ടിലൊക്കെ ഉള്ള പോലെ പടക്കം പൊട്ടിയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഉച്ചയ്ക്കൊരു ഞങ്ങൾ ആ ഒരു ഉണ്ണുന്ന സമയത്ത് തുടങ്ങി ഇടി കുറേ നേരം ഉണ്ടായിരുന്നു. മഴ വലിയ മഴയല്ല, മഴയും ഉണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര ഇടിയായിരുന്നു. മഴയെക്കാട്ടിലും കൂടുതൽ ഇടിയായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം അങ്ങനെ രാത്രിയായി. ഞാൻ കിടന്നുറങ്ങട്ടെ, എനിക്ക് ഇന്നലെ ഒന്നും ഉറക്കം ശരിയായിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഈ വിഷുവിൻ്റെ വീഡിയോ നാളെ കൊണ്ടിട്ടങ്ങ് തീർക്കാമെന്ന്. ഇനി ഒരു ദിവസം കൂടെ വൈകിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും ഒത്തിരി വിഷുവിൻ്റെ അന്ന് പിന്നെ അങ്ങനെ വലിയതായിട്ടുള്ള കാര്യങ്ങൾ സദ്യയാണ്. സദ്യ ഓൾറെഡി ഞാൻ കുറേ കാണിച്ചിട്ടൊക്കെ ഉള്ളതാണ് പലതും. പിന്നെ കാണിക്കാത്ത സംഭവങ്ങളാണ് ബീട്രൂട്ട് പച്ചടി, പിന്നെന്താ എന്തായിരുന്നു പഴുത്ത മാങ്ങ പുളിശ്ശേരി ഞാൻ കാണിച്ചിട്ടുണ്ട്, ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കാണിക്കാത്തതായിട്ട് വലുതായിട്ടൊന്നും ഞാൻ വെച്ചുമില്ല ഇന്ന്. പിന്നെ അതാണ് അതൊന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. പിന്നെന്താ ഞാൻ ഇൻസ്റ്റൻറ്റ് പാലടയുടെ കാര്യം പറഞ്ഞില്ലല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പാലട അല്ലാതെ പാലട വാങ്ങിച്ച് ഞാൻ ഉണ്ടാക്കുന്ന പാലട തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. ഇത് വലിയ ഗുണമില്ല, വലിയൊരു സുഖം കുടിച്ചിട്ട് എന്താ പറയുന്നത് തോന്നിയില്ല. ഞാൻ കുറേ നോക്കി, എല്ലായിടത്തും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഈ റൈസ് പാലട. ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ടും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അതാണ് പിന്നെ ഇൻസ്റ്റൻറ്റ് പാലട. ഇവിടെ ശ്രീഹരിക്ക് പാലട മതിയെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അതും കൂടെ കൊണ്ട് പിന്നെ ഞാൻ ഇതങ്ങ് വാങ്ങിച്ചു. പക്ഷെ ഒരു വലിയ സുഖം തോന്നിയില്ല ഇൻസ്റ്റൻറ്റ് പാലട. അല്ലാതെ നമ്മൾ പാലട വാങ്ങിച്ച് എനിക്ക് പാലട ഞാൻ വെക്കുന്നതിൽ ഞാൻ പാലട വാങ്ങിച്ച് ഞാൻ തന്നെ വെക്കുന്ന പാലട എനിക്ക് അതിലും നല്ലത് ഇൻസ്റ്റൻറ്റ് പാലടയെക്കാട്ടിലും. അത് ഒരുമാതിരി എന്താ പറയുന്നത്, പാലട ഇപ്പം വെച്ച് ഞാൻ കുറച്ച് വെച്ച് നല്ല എക്സ്പീരിയൻസ് ആയി എനിക്ക് പാലട വയ്ക്കാനായിട്ട്. പിന്നെന്താണ്, ഞാൻ അതിൽ പാലടയുടെയൊക്കെ റെസിപ്പി ഞാൻ ഓൾറെഡി പാൽപ്പായസത്തിനും പാലടയുടെയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതൊന്നും പിന്നെ ഇൻസ്റ്റൻറ്റ് പാലട എന്തത്ര കാണിക്കാനാ, ഒന്നുമില്ല, അത് പൊട്ടിച്ചൊഴിക്കുക മാത്രമല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് വിഷു വിശേഷങ്ങൾ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച്.